മണിപ്പൂർ കലാപത്തിന് പിന്നിലെ സൂത്രധാരനെ പോലീസ് തലശ്ശേരിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇയാൾ തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന ററാഫീസ് എന്ന ഹോട്ടലിൽ കഴിഞ്ഞ 3-ാം തീയതിയോടെ ജോലിയിൽ പ്രവേശിച്ചു. പിന്നാലെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ററാഫീസിലെ മുതലാളിമാർക്കും പോലീസിലെ ചിലരുമായി ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞതോടെയാണ് NIA സംഘം രഹസ്യമായി തന്നെ പ്രതിയെ പിടികൂടി ഡൽഹിയിലേക്ക് പറന്നതും. ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ തന്നെ ഹോട്ടൽ ശൃംഖല ററാഫീസിനുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂർ കലാപത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോൾ കലാപത്തിന്റെ സൂത്രധാരന്മാരിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി തലശ്ശേരിയിൽ നിന്ന് പിടികൂടുന്നത്. മണിപ്പൂർ ഇംഫാലിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ രാജ്കുമാർ മൈപാക് സംഘിനെയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മാസമാണ് ഇയാൾ കേരളത്തിലെത്തിയത്. വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച ശേഷം തലശ്ശേരിയിൽ എത്തുകയായിരുന്നു. തലശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് അറസ്റ്റ് നടത്തിയത്. 10 ദിവസത്തിലധികമായി തന്നെ NIA സംഘം തലശ്ശേരിയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഇയാളുടെ നീക്കങ്ങൾ ഓരോന്നായി തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു. കേരള പോലീസിനെ അറിയിക്കാതെയായിരുന്നു രഹസ്യമായ നീക്കം നടത്തിയത്. അതേസമയം മണിപ്പൂർ കലാപത്തിന്റെ സൂത്രധാരനെ കേരളത്തിൽ ഒളിച്ചു താമസിച്ചു എന്ന് വിരൽ ചൂണ്ടുന്നത് കേരളം ഇപ്പോൾ ക്രിമിനലുകൾക്ക് ഒളിച്ചു താമസിക്കാൻ കഴിയുന്ന സുരക്ഷിത ഇടം കൂടിയാണ് എന്ന വസ്തുതയിലേക്ക് തന്നെയാണ്. അതേസമയം മണിപ്പൂർ കലാപത്തിന് 2 വർഷം പൂർത്തിയാകുമ്പോഴാണ് സൂത്രധാരനെ പിടികൂടിയിരിക്കുന്നത്. മേത്തികളെ പട്ടികവർഗ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന മണിപ്പൂർ ഹൈക്കോടതി ഉത്തരവാണ് എല്ലാത്തിന്റെയും തുടക്കം. ഇതിനെതിരെ 2023 മെയ് 3-ന് ചുരാചന്ദ്പൂരിൽ നടന്ന ട്രൈബൽ സോളിഡാരിറ്റി മാർച്ചോടെയാണ് കലാപം ആരംഭിക്കുന്നത്. പിന്നീട് ഇങ്ങോട്ട് രാജ്യം കണ്ടത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളായിരുന്നു. സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അടക്കം വീടുകൾ അഗ്നിക്കിരയായി. വാഹനങ്ങൾ കത്തിച്ചു. അതുപോലെ ജനങ്ങൾ പല നാടുകളിലേക്ക് പലായനം ചെയ്യപ്പെട്ടു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 250-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 60,000-ത്തിലധികം പേർ പലായനം ചെയ്തു. കലാപം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും മണിപ്പൂരിൽ ഇതുവരെയും സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. രാജിവെക്കില്ല എന്ന് ആവർത്തിച്ച് മുഖ്യമന്ത്രി N ബീരൻ സിംഗ് സ്വന്തം പാർട്ടിയിൽ നിന്ന് എതിർപ്പ് വന്നതോടുകൂടി തന്നെ ഒടുവിൽ രാജിവെച്ചൊഴിഞ്ഞു. പുതിയ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ശ്രമിച്ചെങ്കിൽ പോലും പരാജയപ്പെട്ടതിന് പിന്നാലെ തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മണിപ്പൂർ. ഏകദേശം ജനസംഖ്യ 34 ലക്ഷം വരും. മെയ്തി, കുക്കി, നാഗ എന്നീ വംശത്തിൽപ്പെട്ടവരാണ് ബഹുഭൂരിപക്ഷം മണിപ്പൂരികളും. ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട മെയ്തികളാണ് പ്രബലർ. അവർ മൊത്തം ജനസംഖ്യയുടെ 53% വരുന്നു. സംസ്ഥാന വിസ്തൃതിയുടെ 10% ഉൾക്കൊള്ളുന്നത് മണിപ്പൂരിന്റെ തലസ്ഥാനവുമായ ഇംഫാലിലെ താഴ്വരയിലാണ് മെയ്തികൾ വസിക്കുന്നത്. കുക്കികളും നാഗകളും പ്രധാനമായും ക്രിസ്ത്യൻ മതവിശ്വാസികളാണ്. മലയോര മേഖലകളാണ് ഇവരുടെ തട്ടകം. കുക്കികൾ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. മ്യാൻമറിലെ ചിൻ ഗോത്ര വിഭാഗവുമായി പാരമ്പര്യ ബന്ധം പുലർത്തുന്നവർ കൂടിയാണ് കുക്കികൾ. അതുപോലെ തന്നെ ആൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ മെയ് 3-ന് സംഘടിപ്പിച്ച ഗോത്ര ഐക്യദാർഢ്യ മാർച്ചാണ് മേത്തി കുക്കി വംശ കലാപത്തിന് തുടക്കമിടുന്നതും. മേത്തികളെ ഷെഡ്യൂൾ ട്രൈബ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താനുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു മാർച്ച് നടത്തിയതും. ആംഗ്ലോ കുക്കി യുദ്ധ സ്മാരകത്തിന്റെ ഗേറ്റ് തകർക്കപ്പെടുന്നതോടെ തന്നെയാണ് മാർച്ച് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് തിരിയുന്നതും. ഇന്നിപ്പോൾ ഇത് മണിപ്പൂരിനെ രക്തരൂക്ഷിത വംശ കലാപത്തിന്റെ പിടിയിലാക്കുകയാണ് ചെയ്തിരിക്കുന്നതും. ജൂലൈ 12 വരെ കുറഞ്ഞത് 142 മനുഷ്യർ കൊല്ലപ്പെടുകയും 54,000 പേർ അവരുടെ വീടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് പലായനം ചെയ്യാൻ നിർബന്ധിതരാകുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.